ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം കിടിലനാണ് കേട്ടോ. അത്രയും നമ്മൾ ചെയ്തതിൽ നിന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് നമ്മുടെ ആക്രിലിക് സ്റ്റോൺ ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മെറ്റൽ ലീഫാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ, ആദ്യം തന്നെ പറയാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 7000ൻ്റെ ഗമ്മ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ഗമ്മ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ലീഫിൻ്റെ ഇതിലേക്ക് നമ്മൾ ഓരോന്നിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആക്രിലിക് സ്റ്റോൺ വേറെ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് കളറുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്റ്റോൺ ഓരോന്നിലായിട്ട് ഒട്ടിച്ചെടുക്കാം. നല്ലൊരു മെറ്റൽ ഹെയർ ബാൻഡാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ചെയ്തു വന്നപ്പോഴാണ് ഞാനും ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി എനിക്കും ശരിക്കും മനസ്സിലായത് കേട്ടോ. ഇതേപോലെ സ്റ്റോണുകൾ ഓരോന്നായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് സെറ്റ് ആവട്ടെ. നമ്മൾ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് നമ്മുടെ വർക്കിലോട്ട് കിടക്കരുത്. പിന്നെ ഞാൻ ഏകദേശം ഒരു 6-7 ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എത്ര എന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ലീഫിലും സ്റ്റോണുകൾ ഒട്ടിക്കുക. ഇതുപോലെയുള്ള സ്റ്റോണുകൾ ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കളേഴ്സൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഞാനൊരു 8 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോഴും എണ്ണം ഞാൻ എടുത്ത് നോക്കിയില്ല. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് നേരത്തെ ചെയ്തതാണ് കേട്ടോ. ചെയ്തത് മീൻസ് 2-3 ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് ഞാൻ ഇനി ചെയ്യുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട. ഇതേപോലെ ഒരു ഗോൾഡൻ കളർ മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ട് ഇതേപോലെ 7000 ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ 7000 ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ എനിക്ക് മിസ്റ്റേക്ക് അല്ല, എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം എന്നുള്ളത് നമ്മൾ 7000 തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മെറ്റൽ ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ വെറുതെ അങ്ങനെ വഴുതി പോവും. പിന്നെ നമ്മൾ കയ്യിലൊക്കെ ഇത് അത്യാവശ്യം ഈ ഒരു വർക്കൊക്കെ കഴിയുമ്പോഴത്തേക്കും കൈയൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം ഗമ്മും പിന്നെ ഒരുമാതിരി വൃത്തികേടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് വേറൊന്നും കണ്ടല്ല, നമ്മുടെ ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, വെറുതെ അത് അടർന്ന് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ നമുക്കത് ഒട്ടി നിൽക്കണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടായിരുന്ന ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 2-3 മിനിറ്റ് ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ലീഫ് വെച്ചാൽ ശരിക്കും അവിടെ സ്റ്റിക്ക് ആയിക്കോളും കേട്ടോ. നമ്മൾ ആ ഒരു സൈഡ് കഴിഞ്ഞു. പിന്നെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു സൈഡ് നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു സെൻറ്ററിലേക്ക് വരുന്ന തരത്തിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെ വെക്കുക കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ വെക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. 2 സൈഡിലേക്കും വെച്ചാൽ ഇത് ശരിക്കും പൊട്ടി നിൽക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിനി ചെയ്യേണ്ടത് മൊത്തം നമ്മുടെ ഈ ഒരു വർക്ക് എന്നുള്ളത് ഇതേപോലെ നമ്മുടെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കൽ മാത്രമാണ്. പിന്നെ നല്ലതുപോലെ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു രാത്രിയൊക്കെ വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒറ്റ രാത്രി വെച്ചാലും കുഴപ്പമില്ല. ശരിക്കും അത് സ്റ്റിക്കായി നിൽക്കണേൽ നമ്മൾ നല്ലതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, സൂപ്പറാണ്, എലഗൻ ലുക്കിലുള്ളൊരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. ഒരുപാട് കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു ഓണത്തിന് കുട്ടികൾക്കോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.